വെൽക്കം ബാക്ക് ടു വേദാസ് വേദി യൂട്യൂബ് ചാനൽ. ഹലോ ഫ്രണ്ട്സ്, വേദാസ് വേദിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നെറ്റിപ്പട്ടത്തിന് ഒരു അരങ്ങ് കെട്ടുക എന്ന് പറയും, നമ്മൾ നൂല് കെട്ടില്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 കളർ ത്രെഡാണ് നെറ്റിപ്പട്ടത്തിന് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 3 കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡ് കെട്ടുന്നതിനുള്ള ഒരു കയറെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സിസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരങ്ങ് കെട്ടുന്നതെന്ന് നോക്കാം. ഈ കാർഡ്ബോർഡിലാണ് കേട്ടോ ഞാൻ എപ്പോഴും ചുറ്റാറ്. ഇത് 1.5 അടിയുടെയാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഇപ്പോൾ 3 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലോട്ട് ത്രെഡ് ചുറ്റി കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ത്രെഡ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തിക്നെസ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമ്മൾ സാധാരണ എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം തിക്നെസ് ആണെങ്കിൽ നമുക്കൊരു 7 ചുറ്റ് മതിയാവും. പക്ഷേ ഇതിൻ്റെ തിക്നെസ് കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു 8 ചുറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8 ചുറ്റ് ചുറ്റിയെടുക്കാം. ഞാൻ ഈ കാർഡ്ബോർഡ് ഫുള്ള് ചുറ്റിയതിന് ശേഷമാണ് കേട്ടോ കെട്ടാൻ തുടങ്ങുക. അപ്പം നമുക്ക് ഈ കാർഡ്ബോർഡ് ഫുള്ളായിട്ട് 8 ചുറ്റ് വീതം ചുറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. അടുത്തത് വീണ്ടും ഒരു 8 ചുറ്റ് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ഈ കാർഡ്ബോർഡ് ഫുള്ളായിട്ട് 8 ചുറ്റ് ചുറ്റിയെടുക്കാം. ഇത് തിക്നെസ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 8 ചുറ്റെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ തിക്നെസ് അത്യാവശ്യം തിക്നെസ് ഉള്ളത്, ഇപ്പോൾ ഈ ത്രെഡെല്ലാം നോക്കുകയാണെങ്കിൽ ഇതോ അത്യാവശ്യം തിക്നെസ് ഉണ്ട് ഇതിൻ്റെ. ഇങ്ങനത്തെ എല്ലാം ആണെങ്കിൽ നമുക്ക് 7 ചുറ്റ് മതിയാവും. നമ്മൾ തിക്നെസ് നോക്കി അതിനനുസരിച്ച് കറക്റ്റായിട്ട് ചുറ്റിയെടുക്കുകയാണെങ്കിൽ എല്ലാ ത്രെഡും നമുക്ക് ഒരേ ലെവലിൽ കിട്ടും. ഒന്ന് ഇത്തിരി വണ്ണം കൂടുതൽ, ഒന്ന് കുറവ്, അങ്ങനെ അല്ലാതെ എല്ലാം ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നൂലിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം നമ്മൾ ചുറ്റിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന തിക്നെസ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റിൻ്റെ അളവെല്ലാം കൂട്ടാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. തിക്നെസ് ഇപ്പോൾ എനിക്ക് ഇത് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവൽ എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ 8 ചുറ്റ് ചുറ്റിയിട്ട് നിങ്ങൾക്ക് ലെവൽ പോരാ, അത് തിക്നെസ് പോരാ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 9 ഒക്കെ എടുക്കാം. ഞാൻ എപ്പോഴും 7 ചുറ്റാണ് കേട്ടോ എടുക്കാറ്. ഇപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു നൂലാണെങ്കിൽ 7 ചുറ്റാണ് എടുക്കാറ്. അതെനിക്ക് നല്ല തിക്നെസ് കറക്റ്റായിട്ടുള്ള പോലെ തോന്നാറുണ്ട്, അതുകൊണ്ട് 7 ചുറ്റെടുക്കും. ഇങ്ങനെ നമുക്കിപ്പോൾ തിക്നെസ് കുറവാണെങ്കിൽ 8 ചുറ്റെടുക്കും. നമ്മൾ കറക്റ്റ് ആയിട്ടല്ല ഈ ചുറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ തിക്നെസ് നോക്കിയിട്ട് ഇത് 8 ചുറ്റെടുത്തു. നമ്മൾ ഇതേ അടുത്ത കളർ ഇതാക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ തിക്നെസ് കൂടുന്ന സമയത്ത് അതേ ചുറ്റ് തന്നെ എടുത്താൽ ഇതിന് തിക്ക് കൂടുതലായിട്ടും ഇതിന് തിക്ക് കുറവായിട്ടും നമുക്ക് അത് വ്യത്യാസം മനസ്സിലാവും അതിൽ നമ്മൾ കെട്ടുന്ന സമയത്ത്. അതുകൊണ്ട് അത് തിക്നെസ് നോക്കി ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചുറ്റാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ഇങ്ങനെ ഒന്നൊന്ന് ചുറ്റിയിട്ട് കെട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെനിക്ക്
നല്ല പണിയുള്ള പോലെ തോന്നാറുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് ഞാൻ 2-3 കാർഡ്ബോർഡ് ഇതേ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും ചുറ്റിയതിന് ശേഷമേ ഞാൻ കെട്ടാൻ വേണ്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഓരോരുത്തരും ഇരുന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് ചെയ്യുന്ന മാതിരി ഉണ്ടാവും. അത് ഓരോന്നും ചുറ്റി നമ്മൾ കെട്ടുന്ന സമയത്ത് എനിക്കെന്തോ ഒരുപാട് പണി നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തന്നെ കാർഡ്ബോർഡ് 2-3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ സൈസിൽ. എന്നിട്ട് ഞാൻ അതെല്ലാം ചുറ്റിയതിന് ശേഷമേ കെട്ടാൻ പോവുള്ളൂ. ഇതിലോട്ട് കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ചുറ്റിയതിന് ശേഷമേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് ഇരുന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനത്തെ 2-3 കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ എല്ലാതും കാർഡ്ബോർഡ് ഫുള്ളായി ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനിത് എങ്ങനെ കെട്ടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ത്രെഡ് കെട്ടുന്നതിന് മുമ്പ് നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ത്രെഡ് കെട്ടി കൊടുക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ, കയറ്, അതൊന്ന് എടുക്കാം. ഈ കയറെടുത്തിട്ട് നമുക്കിതിൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ത്രെഡ് ഇതുവരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മുതലുള്ള മെഷർമെൻറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്യുക. നമുക്ക് ത്രെഡ് എത്ര വരെ കെട്ടണം എന്നുള്ളതിൻ്റെ അളവറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുവരെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏതുവരെ ത്രെഡ് വേണമെന്നുള്ള ആ ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പാർട്ട്, ഇതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെയും ഒരു ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തും ഒരു ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഏതാണെന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെയും ഓരോ ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂല് എങ്ങനെ കെട്ടാമെന്ന് നോക്കാം. അവിടെ ഞാൻ ആ ത്രെഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ജനലുകളായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറിയുന്നുണ്ട് നമ്മൾ കെട്ടിയ നൂല് ഏതുവരെ വേണം എന്നുള്ളതിൻ്റെ സെൻറ്റർ ഭാഗം ഏതാണ്, എൻഡ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ത്രെഡ് കെട്ടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഓരോരോ ത്രെഡുകളായിട്ട് കെട്ടിക്കൊടുക്കാം. അതിനായിട്ട് കാർഡ്ബോർഡ്, നമ്മൾ ചുറ്റിയെടുത്ത കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഓരോരോ ത്രെഡായിട്ട് എടുത്തിട്ട് ചുറ്റിക്കൊടുക്കാം. ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ചുറ്റിക്കൊടുക്കാം. ഇത് കെട്ടുന്ന വിധം ശ്രദ്ധിച്ചോളൂ. നമ്മളിങ്ങനെ എടുത്തിട്ട് 2 വിരൽ വെച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കും. ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എന്താ, ഇങ്ങനെ ത്രെഡ് എടുക്കുക. നമ്മുടെ ഈ 2 വിരലിൻ്റെ ഇടയിലൂടെ നമ്മൾ പിടിച്ച ത്രെഡിന് പിടിച്ചിട്ട് വലിക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളിത് ചുറ്റി വെച്ച ത്രെഡ് എടുക്കുന്നുണ്ട്. ത്രെഡ് എടുത്തിട്ട് ഈ 2ൻ്റെ ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഈ 2 വിരൽ കിടത്താം. ഈ 2 വിരൽ കിടത്തതിന് ശേഷം നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ ഈ വിരൽ, ഇതിലെ ത്രെഡിന് നമ്മുടെ ഈ 2 വിരൽ കൊണ്ട് പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുക.
നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത് വെച്ച് തന്നെ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ത്രെഡുകളും ചുറ്റിയെടുക്കാം. എല്ലാ കളർ ത്രെഡുകളും ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആണ് എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്, ഞാൻ ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ വീഡിയോസ് ചെയ്യാനും അത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണെങ്കിലും എന്ത് ഡൗട്ടാണെങ്കിലും ശരിയില്ല, ഞാൻ എന്താണോ അടുത്ത വീഡിയോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് എല്ലാതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ എനിക്ക് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കും വീഡിയോസ് ചെയ്യാനല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇനി അടുത്തത് എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഷേപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ മെഷർമെൻറ്റിനെ കുറിച്ചോ അങ്ങനെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണോ അടുത്തതായിട്ട് വീഡിയോ വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ത്രെഡുകളും ഇതുപോലെ അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ എക്സസ്സായി നിൽക്കുന്ന ത്രെഡുകളെല്ലാം ഉണ്ടല്ലോ, ഇതിങ്ങനെ നിൽക്കുന്ന എല്ലാ ത്രെഡുകളും ഇതിനെല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. എല്ലാ ത്രെഡുകളും തമ്മിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ എല്ലാ ത്രെഡും എക്സസ് ആയിട്ടുള്ള എല്ലാ ത്രെഡും കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ത്രെഡ് എങ്ങനെ കെട്ടേണ്ടത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് വീഡിയോസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ബിഗിനേഴ്സിന് ത്രെഡിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാതെ നെറ്റിപ്പട്ടത്തിൽ എങ്ങനെ സ്റ്റിക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ടിപ്പുമായി കാണുന്നത് വരേക്കും ബൈ.